വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. മോരുകറി വെക്കണമെങ്കിൽ തൈര് വേണം അല്ലേ? ഇത് നമ്മൾ ഈ വെള്ളരിക്ക വെച്ച് നല്ല പുളിയോട് കൂടിയ ഒരു മോരുകറി ഉണ്ടാക്കാം. ഇത് ഒരു മുറി തേങ്ങയാണ്. തേങ്ങയ്ക്കകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ജീരകം ഇട്ട് കൊടുക്കാം, ഒരു 4 കാന്താരി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചുകൊണ്ട് വരാം. ഈ കുമ്പളങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഹാഫ് ഭാഗമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ മാങ്ങ ഉണ്ട്, ഈ മാങ്ങ ഇതിനകത്തോട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഈ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്യാം, ഈ മാങ്ങ ഇതിനകത്തോട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചട്ടിയിലോട്ട് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം, പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ പകുതി വേവായി. ഞാനകത്തോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. അതൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ആ കഷ്ണങ്ങൾ വെന്തു. ഞാനകത്ത് നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കൊടുക്കാം, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അത് വൃത്തിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്തോണം. ആവശ്യാനുസരണം വെള്ളം ചേർക്കണം. ഓയിലിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഞാനകത്തോട്ട് വറ്റൽ മുളക്, ചെറിയ ചുവന്നുള്ളി, കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തൈരില്ലാതെ ഒരു മോര് കാച്ചുന്നത് എങ്ങനെയാണെന്ന് പറയുക. ഓക്കെ, നോയമ്പൊക്കെ ഉള്ള സമയത്ത് നമുക്ക് മോര് കാച്ചണമെന്നുണ്ട്, പക്ഷെ തൈരില്ലല്ലോ, പുളിക്കാൻ എന്താ ഇത് ഭാരപ്പെടുന്ന സമയത്ത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോര് കറി ഉണ്ടാക്കാം. ഇതൊന്ന് ശരിക്കും മൂക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് മൂത്തു. ഇനി അതിനകത്തെ ഓയിൽ അല്പം ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കണം. ഈ കഷ്ണമെല്ലാം അങ്ങോട്ട് നീക്കിയിട്ട് ആ ഓയിൽ ഇങ്ങോട്ടൊന്ന് ഊറി വരണം. ആ ഓയിലിനകത്തോട്ട് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഇടുമെന്ന് പറഞ്ഞാൽ ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഇനി ആ കറിക്കകത്തോട്ട് നമുക്ക് ഈ കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളരിക്ക ഇട്ട മോര് കറി റെഡി. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റും. നമ്മുടെ വെള്ളരിക്ക ഇട്ട് വെച്ച മോര് കറി. ഇനിയും ഇതേപോലെ നല്ലൊരു റെസിപ്പിയുമായി കടന്നു വരുന്നവരെ ഏവർക്കും താങ്ക്സ്.